ഇസ്രായേലിന്റെ വിശ്വപ്രസിദ്ധമായ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അനുദിനം പരീക്ഷിക്കുകയാണ് ഇറാൻ. നേരത്തെ സാധാരണ വാർഹെഡുകളുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലസ്റ്റർ ബോംബ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇറാന്റെ ആക്രമണങ്ങൾ. തൊടുക്കുമ്പോൾ ഒരെണ്ണമാണെങ്കിൽ ആകാശത്ത് വെച്ച് അത് 20-ലധികമായി മാറും. ഇതാണ് ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത. ഈ തന്ത്രം ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെള്ളിയാഴ്ച ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിൽ ഇറാൻ തീമഴ പെയ്യിക്കുന്ന ദൃശ്യങ്ങൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് 1-2 മിസൈലുകളാണ് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാറുള്ളത്. എന്നാൽ ഇത് അങ്ങനെ ആയിരുന്നില്ല. തെല്ലവീവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആ ഞെട്ടിക്കൽ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകളായിരുന്നു. തൊടുക്കുമ്പോൾ ഒന്നു മാത്രവും ആകാശത്ത് വെച്ച് മിസൈലിന്റെ വാർഹെഡിൽ നിന്ന് 10-20 ഒക്കെയായി മാറാനും സാധിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരോധിച്ചിരിക്കുന്ന ഒന്നാണ്. കാരണം അതിന്റെ പ്രഹരശേഷിയും അപകട സാധ്യതയുമാണ്. ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് വിശദമായി പറഞ്ഞാൽ, സാധാരണ ഒരു റോക്കറ്റോ മിസൈലുകളോ ഒക്കെ ഉപയോഗിച്ചാണ് ക്ലസ്റ്റർ സ്ഫോടനവും നടത്തുന്നത്. ഈ മിസൈലുകളുടെ മുൻഭാഗത്ത് അഥവാ വാർഹെഡിലാണ് ചെറു ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മിസൈൽ തൊടുത്തതിനു ശേഷം ആകാശത്ത് വെച്ച് വാർഹെഡ് തുറക്കുകയും നിരവധി സ്ഫോടക വസ്തുക്കൾ അതിൽ നിന്ന് ചിതറുകയും ചെയ്യുന്നതാണ് ക്ലസ്റ്റർ ബോംബ് സാങ്കേതികവിദ്യ. ഇതിനെ ഒരേ സമയം വലിയൊരു പ്രദേശത്തെയാകെ നശിപ്പിക്കാനും കഴിയും. 11 പൗണ്ട് വരെ സ്ഫോടക വസ്തുക്കളുള്ള ഏകദേശം 24 ക്ലസ്റ്റർ ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് നിലവിൽ ഇസ്രായേലിന് നേരെ ഇറാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 80 ബോംബുകൾ വരെ സജ്ജീകരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ പക്കലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലുമായുള്ള മുൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ ഇറാൻ വലിയ തോതിലുള്ള മിസൈലുകളുടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഒരേ സമയം ഡസൻ കണക്കിന് മിസൈലുകളായിരുന്നു അതിനായി ഇറാൻ പ്രയോഗിച്ചത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷിയെ ലക്ഷ്യം വെക്കുന്നതിനാലാണ് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളിലേക്ക് തിരിഞ്ഞത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മിക്ക ബാലിസ്റ്റിക് മിസൈലുകളെയും വിജയകരമായി തടയുന്നുണ്ടെങ്കിലും ചെറിയ വലിപ്പവും കൂടുതൽ എണ്ണവും കാരണം ക്ലസ്റ്റർ ബോംബുകളെ തടയാൻ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാടുപെടുകയാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി ഇല്ലാതാക്കാൻ കൂടിയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഒരു മിസൈൽ, പ്രത്യേകിച്ച് ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച ഒന്ന് ഉപയോഗിച്ച് ഇറാന് ദശലക്ഷക്കണക്കിന് ഇസ്രായേലുകളെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് അയക്കാൻ കഴിയും. ഒപ്പം ഇതിനെ തടയണമെങ്കിൽ ഇസ്രായേലിനും US-നും വില കൂടിയ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടിയും വരും. അതവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇനി അങ്ങോട്ടും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ വ്യാപകമായി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തി വരികയാണ്. അതിനുവേണ്ടി ക്ലസ്റ്റർ ബോംബുകളുടെ വാർഹെഡ് സജ്ജീകരിച്ച നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ 12 നാൾ യുദ്ധത്തിൽ ഇറാൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതിനെ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം മുൻകാലങ്ങളിൽ ഇസ്രായേൽ വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങൾ ഉപയോഗിച്ചതെല്ലാം മാനുഷിക നിയമങ്ങൾക്ക് അനുസൃതമായാണ് എന്നായിരുന്നു അന്നെല്ലാം അവർ അവകാശപ്പെട്ടിരുന്നത്.